പ്രിയ വിദ്യാർത്ഥികളെ, സാക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് +2 കൊമേഴ്സിലെ പ്രധാന വിഷയമായ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഈ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ വോളിയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ +2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തെ വോളിയം, ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാമത്തെ വോളിയം +1 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ബിസിനസ് എന്നും ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ് ഉണ്ടെന്നും ബിസിനസ്സിൻ്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. +2 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ ബിസിനസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഈ ബിസിനസ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് ധാരണ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ആദ്യത്തെ ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയാം, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പദം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്. വ്യക്തമായ അർത്ഥം മനസ്സിലാക്കാതെ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. വീടുകളിലായാലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് മാനേജ് ചെയ്തു. ശരിക്കും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഏത് കാര്യത്തെയും സിസ്റ്റമാറ്റിക്കലായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഒരു റിസൾട്ടിൽ എത്തിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ശരിയായ രീതിയിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏത് കാര്യവും സിസ്റ്റമാറ്റിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിലും ഇത്തരം വാക്കുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം, ബിസിനസ് എന്ന് പറയപ്പെടുന്ന സംഭവം നമുക്കറിയാം, ലാഭനഷ്ടങ്ങളെ ഒരേപോലെ ഫേസ് ചെയ്യപ്പെടുന്ന സംരംഭമാണ് ബിസിനസ്. റിസ്ക് വളരെ കൂടിയ സംരംഭമാണ് ബിസിനസ് എന്നറിയാം. സോ അത്തരത്തിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ബിസിനസ് ഓർഗനൈസേഷനെ വ്യക്തമായ ലക്ഷ്യത്തിലെത്തിക്കുക എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സിസ്റ്റമാറ്റിക്കൽ അപ്രോച്ച് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെ ഒരു ബിസിനസ്സിനെ സിസ്റ്റമാറ്റിക്കലായിട്ട് അപ്രോച്ച് ചെയ്യപ്പെടണം എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിന് ചില സിസ്റ്റമാറ്റിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക്കലായിട്ടൊരു ബിസിനസ് ഓർഗനൈസേഷനെ അതിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി റൺ ചെയ്യിച്ചുകൊണ്ട് ലാഭത്തിലെത്തിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തിക്കാനോ ശ്രമിക്കപ്പെടുന്ന ഒരു വലിയ എഫേർട്ടിനെ വിളിക്കപ്പെടുന്ന പേരാണ് മാനേജ്മെൻറ്റ്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി പറയാം. നമ്മൾ ഈ നോട്ട്സും കുറേ കണ്ടൻറ്റും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് നമ്മൾ പോകുന്നത്. വിശദമായ ക്ലാസ്സിൽ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ കുറേ പാർട്ടായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ബേസിക് എന്താണ് മാനേജ്മെൻറ്റ് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. മാനേജ്മെൻറ്റ് ഒക്കുപ്പൈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ഇൻ മോഡേൺ എക്കോണമി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്കോണമിയുടെ, ഒരു സമ്പദ് വ്യവസ്ഥയിൽ ശരിക്കും വളരെ പ്രാധാന്യം നിൽക്കുന്ന ഒരു സംഭവമാണ് മാനേജ്മെൻറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശരിയായ രീതിയിൽ നയിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ ശരിയായ രീതിയിൽ മേക്കപ്പ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമാറ്റിക്കൽ അപ്രോച്ചസ് വളരെ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റ്സിന് പ്രാധാന്യം നൽകപ്പെടുന്ന ഒരു സംഭവമാണ് മാനേജ്മെൻറ്റ്. അതായത് നമുക്കറിയാം, നമ്മുടെ റിസോഴ്സസ്, അത്തരത്തിലുള്ള എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റിസോഴ്സസുകളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ശരിയായ നേട്ടങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എക്കോണമി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുന്നത്, ഇറ്റ് മേക്സ് ഹ്യൂമൻ എഫർട്സ് മോർ പ്രൊഡക്റ്റീവ് ആൻഡ് ബ്രിങ്സ് ബെറ്റർ എക്യുപ്മെൻറ്റ്സ്, പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ടു അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ കൃത്യമായ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ അതുപോലെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ കൃത്യമായ രീതിയിലും അതിൻ്റെ ശരിയായ രീതിയിലും എത്തിക്കപ്പെടുന്നതിന് ഒരു നല്ല എഫേർട്ട് ആവശ്യമാണ്. വിതൗട്ട് പ്രോപ്പർ മാനേജ്മെൻറ്റ്, അപ്പോൾ ശരിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഈ റിസോഴ്സസിലെ ശരിയായ രീതിയിൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് ശരിയായ സമൂഹത്തിലേക്ക് എത്തിക്കപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഒരു ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ആവശ്യമാണ്, സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള പ്രവർത്തനം ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് അവിടെ ഒരു ഡയറക്റ്റിംഗ് ഫോഴ്സ് വളരെ അത്യാവശ്യമാണ്. ആ ഡയറക്റ്റിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് കൊണ്ട് എക്കോണമിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ദസ് മാനേജ്മെൻറ്റ് ഇസ് ദ ടോട്ടൽ ഫംഗ്ഷൻ കൺസേൺ വിത്ത് ഓൾ വർക്കിംഗ്സ് ഓഫ് ദ സൊസൈറ്റി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായും വ്യക്തമായും നയിക്കപ്പെടുന്ന ഒരു വലിയ ശക്തിയാണ് നമ്മൾ മാനേജ്മെൻറ്റ് കൊണ്ട് എക്കണോമിക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, മാനേജ്മെൻറ്റ് ഒക്കുപ്പൈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ഇൻ മോഡേൺ എക്കോണമി. It makes human efforts more productive and bring better equipments and products, services to our society. ഇതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലും
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ബിസിനസ് ആയതുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ്സുകളെ ശരിയായ രീതിയിൽ നയിച്ചു കൊണ്ടുപോകുന്നതിന് നേരത്തെ എക്കോണമിയിൽ ചെയ്തതുപോലെ ഒരു ശരിയായ ഫോഴ്സ് ആവശ്യമാണ്, ശരിയായ സിസ്റ്റം ആവശ്യമാണ്. ആ സിസ്റ്റത്തിലൂടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ അതിൻ്റെ ശരിയായ റിസൾട്ടിലെത്തിക്കുക എന്ന് പറയപ്പെടുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഈസ് നെസസറി whenever there is a group of people working in an organization. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സംരംഭം എന്ന് പറയാൻ നമുക്കറിയാം, കുറേ ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു പൊതുലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കപ്പെടുന്ന ഏതൊരു മേഖലയും നമുക്ക് സംരംഭം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. സ്വാഭാവികമായിട്ടും ബിസിനസ് ഒരു ഓർഗനൈസേഷനാണ്. അവിടെ കുറേ ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഏതോ ഒരു പൊതുലക്ഷ്യം നേടിയെടുക്കാൻ. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒന്നിലധികം ആൾക്കാർ എവിടെ കൂടപ്പെടുന്നു അവിടെ എല്ലാം ഒരു നിയന്ത്രിത ശക്തിയുടെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ അത്തരത്തിലുള്ള ഒരു സംരംഭമായതുകൊണ്ടും അവിടെയും തീർച്ചയായിട്ടും ഇത്തരം ഫോഴ്സുകളെ എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ സിസ്റ്റമാറ്റിക്കലായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിനാവശ്യമായ ഫോഴ്സിനെയാണ് നമ്മളിവിടെ ബിസിനസ് ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, മെൻ, മെറ്റീരിയൽ, മെഷീൻ, മെത്തേഡ്സ് എന്ന് പറയപ്പെടുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ എന്താഗ്രഹിക്കപ്പെടുന്നോ ആ നിലവിലേക്ക് കൊണ്ടെത്തിക്കപ്പെടാൻ നമ്മൾ ഒരു ഫോഴ്സ് ആവശ്യമാണ്. ദാറ്റ് ഫോഴ്സ് ഈസ് എ മാനേജ്മെൻറ്റ്. നോ ഓർഗനൈസേഷൻ ക്യാൻ ബി സക്സസ്ഫുൾ അൺലെസ് ദർ ഈസ് സംവൺ ടു മാനേജ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള റിസോഴ്സസുകളെല്ലാം വെറും ഫ്യൂട്ടിലായിരിക്കും. എന്ന് വെച്ചാൽ ആ ഓർഗനൈസേഷൻ റിസോഴ്സസുകളെല്ലാം എന്താ പറയുക, ഓർഗനൈസേഷൻ റിസോഴ്സസ് വേസ്റ്റ്ഫുള്ളായി ശരിയായ രീതിയിൽ റിസോഴ്സസുകളെ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ ഔട്ട്പുട്ടിൽ എത്തിക്കപ്പെടുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഏത് കാര്യമാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ പറയാം, ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത്ര നഷ്ടം ഉണ്ടാകുക എന്ന് പറയുന്നത് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൃത്യമായി നമ്മളതിനെ ഒരു ടാസ്ക് ഫോഴ്സ് കൃത്യമായി ഇതിന് പിന്നിൽ വേണമെന്നുള്ളത് കൊണ്ടും ആ ഫോഴ്സിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. ദസ് മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്ലാൻ, ഓർഗനൈസ്, കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ദ അഫേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ എന്താണോ അവരുടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ഒബ്ജക്റ്റീവ് അത് കൃത്യമായ രീതിയിലും സിസ്റ്റമാറ്റിക്കലായിട്ടും നേടിയെടുക്കാൻ കൃത്യമായ പ്ലാനിങ്ങിലൂടെ, കൃത്യമായ ഓർഗനൈസിങ്ങിലൂടെ, കൃത്യമായ കൺട്രോളിങ്ങിലൂടെ എന്താണോ നമ്മളുടെ റിസൾട്ട് അതിനെ കൃത്യതയിലെത്തിക്കുക എന്നുള്ള ആ ഫംഗ്ഷൻ ക്യാരി ഓൺ ചെയ്യപ്പെടുന്ന ടീം ഓഫ് പേഴ്സണെ അല്ലെങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ എന്താ പറയുക ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവാം. whenever a group of people working together for a common goal, ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ എപ്പോൾ പ്രവർത്തിക്കപ്പെടുന്നു അവിടെയെല്ലാം ഒരു നിയന്ത്രണ ശക്തി ആവശ്യമാണ്. ആ നിയന്ത്രണ ശക്തിയെ വിളിക്കുന്ന പേരാണ് മാനേജ്മെൻറ്റ്. അവരുടെ ആ എഫേർട്ടിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെൻറ്റ്. ഇതിനെക്കുറിച്ച് വ്യക്തമായ രണ്ട് ഡെഫിനിഷൻ നമുക്ക് പറയാം. ഒന്ന് ഹെൻറി ഫയോൾ എന്ന് പറയപ്പെടുന്ന മാനേജ്മെൻറ്റ് എക്സ്പെർട്ട് തന്നിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. ടു മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ. എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നതിനും വ്യക്തമായ പ്ലാനിങ്ങും വ്യക്തമായ കാഴ്ചപ്പാടും ഉണ്ടാവും. അപ്പോൾ എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കാര്യമാണെങ്കിലും വ്യക്തമായ പ്ലാനിങ്ങിലൂടെ വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് മുന്നേറിയാൽ ആ പറയപ്പെടുന്ന റിസൾട്ട് നമുക്ക് ഈസിയായി കൈകാര്യം ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഈസിയായി നേടാൻ കഴിയും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലക്ഷ്യങ്ങളുള്ളവർക്ക് മാത്രമേ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റൂ. കാരണം ഏത് കാര്യത്തിനാണെങ്കിലും ലക്ഷ്യമില്ലാതെ പോയാൽ ഒരു നാവിഗേറ്റർ ഹൂ സെയിൽസ് വിതൗട്ട് എ പ്രോപ്പർ പ്ലേസ്, ഒരു ശരിയായ സ്ഥലമില്ലാതെ ഒരു നാവികൻ കപ്പലിൽ യാത്ര ചെയ്യുന്നതാണ്. എവിടെ അടുപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ധാരണയില്ല. അപ്പോൾ വ്യക്തമായ ബോധമുണ്ടെങ്കിലോ അല്ലെങ്കിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിലോ ആ കപ്പൽ കൃത്യമായ സ്ഥലത്ത് എത്തിക്കണമെന്ന് അദ്ദേഹത്തിന് ബോധമുണ്ടാവും. ഇതുപോലെയാണ് ഏത് കാര്യം. വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ട് എങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കാൻ മാർഗമുണ്ട്. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗവും ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ആദ്യം വേണ്ടത് ലക്ഷ്യമാണ്. ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെയും പ്രത്യേകത അതാണ്. വ്യക്തമായ ലക്ഷ്യമുണ്ടാക്കിയിട്ട് ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളിലൂടെ പോയി എന്ത് ഉദ്ദേശിച്ചോ അത് നേടിക്കൊണ്ടുവരിക എന്ന് പറയുന്നതാണ്
മാനേജ്മെൻറ്റ്. ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് മുൻകൂട്ടി തയ്യാറാക്കുക. ഇനി അതിനെന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. അത് എങ്ങനെ നമുക്ക് കൃത്യമായ രീതിയിൽ നഷ്ടങ്ങൾ വരാതെ നേരായ മാർഗത്തിലൂടെ കൃത്യമായി എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ അതിനെ ഫലപ്രാപ്തിയിൽ എത്തിക്കാം എന്ന് തീരുമാനിക്കപ്പെടുന്ന ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെൻറ്റ് എന്ന് ഹെൻറി ഫെർമർ. ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. ഫോർകാസ്റ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്യുക, അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് കമാൻഡ് ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യപ്പെടുക, നിയന്ത്രിക്കപ്പെടുന്നതാണെങ്കിൽ നിയന്ത്രിക്കപ്പെടുക, ശരിയായ രീതിയിൽ അതിനെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ ശ്രമിക്കപ്പെടുന്ന ഫോഴ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് ഹെൻറി ഫെർമർ പറയുന്നത്. നമുക്കറിയാം, മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ കുറേ ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്തിയുമ്പോൾ സ്വാഭാവികമായും ഹ്യൂമൻ ബീയിങ്സ് ആണ്, വ്യക്തമായ പല ലക്ഷ്യങ്ങളും പേഴ്സണൽ എയിംസ് ഉള്ളവരാണ്. സോ ഒരു സംരംഭത്തിലേക്ക് എത്തുമ്പോൾ, ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ അവരുടെ ലക്ഷ്യങ്ങളെ, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിനെ മാറ്റിവെച്ചുകൊണ്ട് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവിലേക്ക് അവരെ മാറ്റിയെടുക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് നമുക്ക് വലുത് ഓർഗനൈസേഷനാണ്. നമ്മുടെ പേഴ്സണൽ എയിം എന്ന് പറയുന്നത് സെക്കൻഡ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മളുടെ സംരംഭത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പല ടേസ്റ്റും പല ഫാഷനും പല പ്രിഫറൻസും ഉള്ള ലേബേഴ്സിനെ നമ്മൾ ഒരേ ടേസ്റ്റിലേക്കും ഒരേ ഫാഷനിലേക്കും ഒരേ എയിമിലേക്കും എത്തിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു ടാസ്ക് ഫോഴ്സ് വളരെ അത്യാവശ്യമാണ്. ഒരു സമരത്തെ നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സമരം എന്ന് പറയപ്പെടുന്നത് കുറേ ആൾക്കാർ ചേർന്ന് നയിക്കപ്പെടുമ്പോൾ അവിടെ പലരും പല മുദ്രാവാക്യങ്ങൾ വിളിച്ചാൽ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ആ സമരത്തെ നയിക്കാൻ ഒരു സമര നായകനുണ്ടാകും. ഇതുപോലെ ഒരു ഓർഗനൈസേഷനെ കൃത്യമായും ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ നയിക്കപ്പെടുന്ന സമര നായകന്മാരാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കൃത്യമായ പ്ലാൻ വേണം, അവർക്ക് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവണം, അതെങ്ങനെയായിരിക്കണം നടത്തേണ്ടത്, അതെങ്ങനെ ശരിയായ രീതിയിൽ നടത്തും, അതിനാരെങ്കിലും നമ്മുടെ തീരുമാനങ്ങളിൽ വ്യതിചലിച്ചു പോകുകയാണെങ്കിൽ അവരെ ശരിയായ രീതിയിൽ എങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ഇങ്ങനെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളിലൂടെയാണോ ചെയ്യപ്പെടുന്നത്, ഇതാണ് മാനേജ്മെൻറ്റ് ഉദ്ദേശം. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് ദ വർക്ക് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ഇതിന് മുമ്പ് നമ്മൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായ നിർവചനം ഇതാണ്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് വർക്ക് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാനേജ്മെൻറ്റ് പേഴ്സൺസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണോ ഓർഗനൈസേഷൻ ആഗ്രഹിക്കപ്പെടുന്നത് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളുടെ ലേബർ ഫോഴ്സിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക, ശരിയായ രീതിയിൽ. അപ്പോൾ ലേബറിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ കൃത്യമായ ഒരു അജണ്ട ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എഫേർട്സിനെ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ റിസൾട്ട് നേടിയെടുക്കാൻ ഹ്യൂമൻ ബീയിങ്സിനെ ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ അവിടെ വ്യക്തമായ ഒരു ആർട്ടിസ്റ്റിക് സ്റ്റൈൽ ആവശ്യമാണ്. അപ്പോൾ അത് പെർഫോം ചെയ്യുന്നതിലൂടെ നമ്മൾ ആ പീപ്പിൾസിനെ കൊണ്ട് എന്തെങ്കിലും എടുക്കുന്നുവെങ്കിൽ അത് ഒരു മാനേജ്മെൻറ്റാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് ആർട്ട്, ഒരു കലയാണെന്ന് പറയുന്നത്. എന്ത് ഗെറ്റിംഗ് തിങ്സ്, മറ്റുള്ളവരെ കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കുക. ഇപ്പോൾ പല താല്പര്യങ്ങളും പല ചിന്താഗതിയും പല ഉദ്ദേശമുള്ളവരെ ഒരേ രീതിയിലും ഒരേ ഉദ്ദേശത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കപ്പെടുന്ന ഒരു ആർട്ടാണ് മാനേജ്മെൻറ്റ് എന്ന് കൂൺസ് ആൻഡ് ഓഡോറൽ പറയും. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് the work done through and with the people in formally organized group. Management is an art. Management ആർട്ടാണ് of getting the work നേടിയെടുക്കുക. done through ആരിലൂടെ? with people in എവിടെ? formally organized group. ഫോർമലായിട്ട് ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സിൽ എപ്പോഴും ഓർഗനൈസ്ഡ് ആകുമ്പോഴാണ് അവിടെ നിയന്ത്രണം വേണ്ടി വരുന്നത്. ഇൻഡിവിജ്വൽ മാത്രം, ഒരു വ്യക്തി മാത്രം ഉണ്ടെങ്കിൽ അവിടെ നിയന്ത്രിക്കേണ്ട ആവശ്യം വരുന്നില്ല. തന്നെ പറയാം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ആസ് എ ഗ്രൂപ്പ്, അവിടെ മാനേജ്മെൻറ്റ് ആവശ്യം. ഇനി നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനമായ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ കുറേ കൺസെപ്റ്റ്സുകളെ കുറിച്ച്. അതിലാദ്യം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ആദ്യത്തെ പോയിന്റ് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. ഞാൻ പറഞ്ഞു, വ്യക്തമായ ലക്ഷ്യമുള്ളവർക്ക് മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാനും എങ്ങനെ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചിട്ടും ചിന്തിക്കാനും ലക്ഷ്യം നേടിയെടുക്കാനും. അപ്പോൾ ആദ്യം വേണ്ടത് വ്യക്തമായ ലക്ഷ്യമാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ടാവും.
ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. ഗോൾ മീൻസ് ദ എൻഡ് റിസൾട്ട് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലായാലും ബിസിനസ് ഓർഗനൈസേഷനിലായാലും എവിടെയായാലും ആദ്യം നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം, ബിസിനസ്സിന് ലക്ഷ്യമുണ്ടാവണം. ലക്ഷ്യമുണ്ട് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർഗവും ഉണ്ടാവണം. ആ മാർഗത്തെക്കുറിച്ച് നമുക്ക് മാർഗം തയ്യാറാക്കണമെങ്കിൽ വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടെങ്കിലേ പറ്റും. ഓൾ ആക്ടിവിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഗോൾ ഓറിയൻറ്റഡ്. ഓൾ ആക്ടിവിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഗോൾ ഓറിയൻറ്റഡ്. മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഒരു ലക്ഷ്യം ഉദ്ദേശിച്ചിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗോൾ ഉള്ളത് കൊണ്ടാണ് അതിനെ പിന്തുടരുന്ന ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ സക്സസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് മെഷേർഡ് ബൈ ഒരു ബിസിനസ്സിൽ മാനേജ്മെൻറ്റ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഉണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ എന്തുണ്ടാവണം എന്ന് ചോദിച്ചാൽ അവിടെ റിസൾട്ട് ഉണ്ടാവണം. റിസൾട്ട് ഇല്ല എങ്കിൽ, ലക്ഷ്യങ്ങളില്ല എങ്കിൽ, പൂർത്തീകരണമില്ല എങ്കിൽ അവിടെ നമ്മൾ സിസ്റ്റമാറ്റിക്കലായിട്ട് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ദ സക്സസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് മെഷേർഡ് ബൈ ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ ഡിസൈഡ് ഓബ്ജക്റ്റീവ്സ് ആർ അറ്റൻഡ്. എന്ത് തീരുമാനിച്ചത് നേടിയെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് പറയും. തീരുമാനം ഒരേ വഴിക്കും അതിൻ്റെ മാർഗങ്ങൾ പല വഴിക്കും അവസാനം പൂർത്തീകരണം വേറൊരു വഴിക്കുവാണെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് നമുക്ക് പറയാം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒരു വ്യക്തമായ റിസൾട്ടുമായിട്ട് വ്യക്തമായ ഉദ്ദേശവുമായി പഠിക്കാൻ ഇറങ്ങി നമ്മളത് പൂർത്തീകരിച്ചു, കൃത്യമായ രീതിയിൽ എന്ത് തീരുമാനിച്ചു അത് പൂർത്തീകരിച്ചുവെങ്കിൽ നമുക്ക് പറയാം നമ്മളവിടെ നല്ല മാനേജ്മെൻറ്റ് യൂസ് ചെയ്തു. എന്തെല്ലാം എഫേർട്ടാണ് നമ്മൾ ആ റിസൾട്ട് നേടിയെടുക്കാൻ എടുത്തത്, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ദ സക്സസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് മെഷേർഡ് ബൈ ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ ഡിസൈഡ് ഒബ്ജക്റ്റീവ്സ് ആർ അറ്റൈൻഡ്. എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ റിസൾട്ട് നേടിയെങ്കിൽ അവിടെ നമുക്ക് മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് പറയും. അതാണ് മാനേജ്മെൻറ്റ് ഇസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവേസീവ്. പെർവേഴ്സ് മീൻസ് വ്യാപിച്ചു കിടക്കുക. മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എവറി ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈസ് ഓർ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി. സൈസോ അല്ലെങ്കിൽ ടൈപ്പ് ഏത് തന്നെ ആയാലും എവിടെ നമ്മൾ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേരുന്നു അവിടെ എല്ലാം മാനേജ്മെൻറ്റ് എസെൻഷ്യലാണ്. അപ്പോൾ എവിടെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ടോ അവിടെ എല്ലാം മാനേജ്മെൻറ്റും ഉണ്ടാകും. ദ മാനേജ്മെൻറ്റ് ഈസ് എ പെർവേസീവ് ആക്ടിവിറ്റി. കാരണം നമുക്കറിയാം എല്ലാ ഗ്രൂപ്പ് എഫേർട്സിലും എല്ലാ സംഘടിതമായ പ്രവൃത്തിയിലും നിയന്ത്രണം ആവശ്യമാണ്. അപ്പോൾ എവിടെയൊക്കെ ബിസിനസ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അതുപോലെ സംഘടിതമായ പ്രവൃത്തിയുണ്ടോ അവിടെ എല്ലാം മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അടുത്ത മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഓൺ ഗോയിങ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന് കുറേ കാര്യങ്ങൾ ചെയ്തെങ്കിൽ നമുക്ക് ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് എത്താം. അത് കൃത്യമായി നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കണമെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് ആവശ്യമായ സംഭവങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമ്മളതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ആവശ്യമായിട്ട് ലേബേഴ്സിനെ കളക്ട് ചെയ്യാൻ പറ്റണം. അവരെങ്ങനെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം കൊടുക്കാൻ കഴിയണം. അവർ പ്രവർത്തിക്കപ്പെടുന്നത് നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിതമല്ല എങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഏതായാലും എന്ത് ആണോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനിച്ച ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ വളരെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു ഇൻ്റർ റിലേറ്റഡ് ഫംഗ്ഷനാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്ന് പറയപ്പെടുന്നത് ഒരു ഇൻ്റർ റിലേറ്റഡ് ഫംഗ്ഷനാണ് ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആണ്. ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചാൽ അടുത്ത വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റും. ഒരു ലക്ഷ്യപൂർത്തീകരണത്തോടുകൂടി അവസാനിക്കുന്നില്ല, നമുക്ക് വീണ്ടും ബിസിനസ് ഈസ് ഓൺ ഗോയിങ്. സോ അതുകൊണ്ട് ഇവിടെ എല്ലാം നമ്മൾ കൃത്യമായ ഈ സിസ്റ്റം ഫോളോ ചെയ്തെങ്കിലേ പറ്റും. ഇത് മാനേജ്മെൻറ്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഡൈനാമിക്സ് മീൻസ് ചേഞ്ചിങ്. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും സ്കിൽസും ഇത് കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം. മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാനുള്ള പ്രത്യേകതയും മാനേജ്മെൻറ്റ്. കാരണം സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നൊവേഷൻസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ്. സോ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ വരുന്ന ടെക്നോളജികളെ, വരുന്ന ഫാഷനെ, വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുപോയെങ്കിലേ ബിസിനസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ചുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും അതിനെ ഫേസ് ചെയ്യാനും അത്തരത്തിൽ നമ്മുടെ സമൂഹം എന്ന് ആവശ്യപ്പെടുന്നു അത്തരത്തിലുള്ള റിസൾട്ടുകൾ അവർക്ക് കൊടുക്കുന്നതിന് നമ്മളും മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായെങ്കിലും. ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്നും ഒരേ സ്റ്റൈലിലല്ല പോവുക. ഓർഗനൈസേഷൻ
എപ്പോഴും പ്രവർത്തിക്കപ്പെടുന്നത്, സംരംഭങ്ങളോ അല്ലെങ്കിൽ ബിസിനസ്സോ എപ്പോഴും പ്രവർത്തിക്കപ്പെടുന്നത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കൺസ്യൂമർ എന്ത് ആവശ്യപ്പെടുന്നോ, ഉപഭോക്താവ് അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് ആവശ്യപ്പെടുന്നോ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൃത്യമായി നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുത്തെങ്കിലും. അപ്പോൾ അതിനനുസരിച്ച് മാറണമെങ്കിൽ, സമൂഹം മാറുന്നതിനനുസരിച്ച് ബിസിനസ്സും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. മാനേജ്മെൻറ്റ് ഇസ് എ ഡൈനാമിക് ഫങ്ഷൻ. മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ നമുക്ക് ഒരിക്കലും കണ്ണുകൊണ്ട് കാണാൻ കഴിയും. പിന്നെ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു റിസൾട്ട് ഉണ്ട് എങ്കിൽ, നമ്മളെന്ത് തീരുമാനിച്ചു ആ തീരുമാനിച്ച് നേടിയെടുത്തുവെങ്കിൽ നമ്മളവിടെ പ്രയത്നിച്ചു എന്നർത്ഥം. റിസൾട്ട് ഇല്ല എങ്കിൽ, ലക്ഷ്യം ഒരു വഴിക്കും പൂർത്തീകരണം വേറൊരു വഴിക്കുമാണെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് ഇല്ല. ഒരു ഓർഗനൈസേഷൻ ലാഭത്തിലാണെങ്കിലോ ഒരു ഓർഗനൈസേഷൻ സക്സസ്സിലാണെങ്കിലോ നമുക്ക് പറയാം ആ ബിസിനസ് ഓർഗനൈസേഷനിൽ നല്ല മാനേജ്മെൻറ്റ് ഉണ്ട്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പറയുന്നതിനേക്കാൾ വ്യക്തമായി നമുക്ക് പറയാം, വീട്ടിലെ 2 മക്കളെ വളർത്തിയിരിക്കുന്നത് 2 രീതിയിൽ. ഒരാളെ വ്യക്തമായും കൃത്യമായും ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലായിട്ടും അല്ലെങ്കിൽ അവനെ കൃത്യമായ ബോധത്തോടുകൂടി കൃത്യമായ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി വളർത്തുന്നതും, മറ്റൊരുത്തനെ നോക്കാതെയും കാണാതെയും അവന് തോന്നിയതുപോലെ പോകട്ടെ എന്ന് ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഒരിടത്ത് റിസൾട്ട് ഉണ്ടാവും, മറ്റൊരിടത്ത് റിസൾട്ട് ഉണ്ടാകില്ല. അപ്പോൾ റിസൾട്ട് ഉണ്ടായെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൃത്യമായും വ്യക്തമായും കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് റിസൾട്ട് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പോയ മാനേജേഴ്സിനെ കാണാൻ പറ്റും, പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നമുക്ക് ഇൻവിസിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ആണ്. പക്ഷെ നമുക്ക് കാണാൻ കഴിയും എങ്ങനെ. ഇറ്റ്സ് പ്രസൻസ് ഈസ് വിഷ്വലൈസ്ഡ് ബൈ റിസൾട്ട്സ് ഓഫ് ഇറ്റ്സ് എഫേർട്സ്. അവരുടെ എഫേർട്സിൻ്റെ റിസൾട്ടുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഹൈ പ്രൊഡക്ടിവിറ്റി ആവാം, ഓർഡർലെസ് ആവാം, ടാർഗറ്റ് അറ്റൈൻ ചെയ്യലാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും റിസൾട്ട് നമുക്ക് കിട്ടുന്നുവെങ്കിൽ, ശരിയായ റിസൾട്ട് കിട്ടുന്നുവെങ്കിൽ അവിടെ വ്യക്തമായ മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ വി കാൺട്ട് സീ ബൈ യൂസിങ് അവർ ഐസ്. അടുത്ത പോയിന്റ് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന പദത്തിന് കൃത്യമായ ഒരു നിർവചനം പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സസുകളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തമായ ലക്ഷ്യപ്രാപ്തി നേടാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസുകളെ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കുന്ന വിളിക്കുന്ന പേരാണ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി ഈസ് ദ യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ അറ്റൈനിങ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഏതെങ്കിലും ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഹ്യൂമൻ ബീയിങ്സിനെ ഉപയോഗിക്കുന്നുവെങ്കിൽ ദാറ്റ്സ് ആൻ ആക്ടിവിറ്റി. ആ അർത്ഥത്തിൽ നോക്കിയാൽ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. കാരണം മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ടു അതേഴ്സ്. ഓർഗനൈസേഷൻ എന്താഗ്രഹിക്കപ്പെടുന്നോ അത് അതിൻ്റെ ലേബേഴ്സിലൂടെ ആണ് നേടിയെടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് പറയാം ലേബർ എന്ന് പറയപ്പെടുന്ന സംഭവം, ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയപ്പെടുന്ന സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് റിസൾട്ട് നേടിയെടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് പറയാം മാനേജ്മെൻറ്റ് അവിടെ വ്യക്തമായും ആക്ടിവിറ്റിയാണ്. അടുത്ത മാനേജ്മെൻറ്റ് ആസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാളുടെ എഫേർട്ടിൽ ഉണ്ടാകുന്ന സംഭവമല്ല. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, വളരെ എലാബറേറ്റ് ആയിട്ടുള്ള വലിയ ബിസിനസ് ഓർഗനൈസേഷനാണ്. സ്വാഭാവികമായിട്ടും അവിടെ മാനേജ് ചെയ്യപ്പെടേണ്ട വ്യക്തികളുടെ എണ്ണം കൂടുതലായിരിക്കും, ചെയ്യപ്പെടേണ്ട പ്രവൃത്തികൾ കൂടുതലായിരിക്കും, മെറ്റീരിയൽ മെഷീനൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ഒരു സിംഗിൾ പേഴ്സൺസ് കനോട്ട് മാനേജ്. സോ ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ബിസിനസ് ഓർഗനൈസേഷനെ പല തട്ടിലേക്ക് ബിസിനസ് ഓർഗനൈസേഷനെ മാനേജ്മെൻറ്റിനെ പല തട്ടിലേക്ക് തരംതിരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായി പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു ഇൻഡിവിജ്വലിൻ്റെ എഫേർട്ടിലൂടെ മാത്രം നടക്കപ്പെടുന്ന സംഭവമല്ല, ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെ കൊണ്ട് നടക്കുന്ന സംഭവമല്ല. ഇതൊരു ഗ്രൂപ്പ് എഫേർട്സാണ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്ന് പറയുന്ന 3 തട്ട് മാനേജ്മെൻറ്റിൻ്റെ വളരെ ഇൻക്ലൂഡിങ് ലേബേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു വലിയ കൂട്ടം ലേബർ ഫോഴ്സിൻ്റെ ശക്തമായ പ്രവൃത്തിയിലൂടെ മാത്രമേ നമുക്ക് വലിയ വലിയ റിസൾട്ട് നേടിയെടുക്കാൻ കഴിയൂ. ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ എഫർട്ട് ആക്ടിവിറ്റി അല്ല, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അപ്പം നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് വ്യക്തമായി പറയുക. അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം.